സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന് ജൂൺ 16 മുതൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് സ്വയം രേഖപ്പെടുത്താം. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 നടപടികളുടെ ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷന് ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വീടുകളെയും കുടുംബങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സ്വയം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യമാണിത്. ജൂൺ 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് ഇതിനായി അവസരമുണ്ടായിരിക്കും. സെൻസസ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കാനും ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ സംവിധാനം. വീടുകളുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങളാണ് ആദ്യഘട്ട ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് കൂടാതെ മലയാളമടക്കം 15 ഇന്ത്യൻ ഭാഷകളിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോർട്ടലിൽ സൗകര്യമുണ്ട്. വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെ? 1. പോർട്ടൽ ലോഗിന് പൊതുജനങ്ങൾ ആദ്യം .census.gov.in ലേക്കുള്ള ലിങ്ക് c.census.gov.in ലേക്കുള്ള ലിങ്ക് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് തങ്ങളുടെ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം തെരഞ്ഞെടുത്ത് ക്യാപ്ച കോഡ് നൽകണം. 2. കുടുംബ രജിസ്ട്രേഷന് കുടുംബനാഥന്റെ പേര്, 10 അക്ക മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡി നിർബന്ധമല്ല എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത പേര് പിന്നീട് മാറ്റാൻ കഴിയില്ല. 3. OTP പരിശോധനയും ഭാഷാ തെരഞ്ഞെടുപ്പും മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകി ലോഗിൻ പൂർത്തിയാക്കണം. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുക്കുന്ന ഭാഷ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. 4. ലൊക്കേഷന് വിവരങ്ങൾ ജില്ല, പിൻകോഡ്, വില്ലേജ്, ടൗൺ എന്നിവ നൽകിയ ശേഷം കൃത്യമായ താമസസ്ഥലം മാപ്പിൽ ചുവന്ന അടയാളം ഉപയോഗിച്ച് സ്ഥിരീകരിക്കണം. 5. ചോദ്യാവലി പൂരിപ്പിക്കൽ പോർട്ടലിലുള്ള ടൂൾടിപ്പുകൾ, പതിവ് ചോദ്യങ്ങൾ എന്നിവയുടെ സഹായത്തോടെ വീടുകളുടെ പട്ടിക തയ്യാറാക്കലിനുള്ള 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. ഒരേ ലോഗിനിൽ തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ നൽകാൻ സാധിക്കും. പ്രക്രിയ ഇടയ്ക്കുവെച്ച് നിർത്തേണ്ടി വന്നാൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്ത് പിന്നീട് പൂർത്തിയാക്കാനും സൗകര്യമുണ്ട്. 6. ഫൈനൽ സബ്മിറ്റും ഐഡിയും വിവരങ്ങൾ കൃത്യമാണെന്ന് പ്രിവ്യൂ സ്ക്രീൻ വഴി ഉറപ്പാക്കിയ ശേഷം നൽകാം. ഇതിനുശേഷം മാറ്റങ്ങൾ വരുത്താനാകില്ല. വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ HOF എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഐഡി മൊബൈലിലും ഇമെയിലിലും ലഭിക്കും. എന്യൂമറേറ്റർമാരുടെ സന്ദർശനം സെൻസസ് ഉദ്യോഗസ്ഥർ എന്യൂമറേറ്റർമാർ പിന്നീട് വീടുകൾ സന്ദർശിക്കുമ്പോൾ ഈ ഐഡി അവർക്ക് കൈമാറണം. ഈ ഐഡി നിലവിലുള്ള റെക്കോർഡുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ സ്ഥിരീകരിച്ച് സബ്മിറ്റ് ചെയ്യും. പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങളിൽ മാത്രം എന്യൂമറേറ്റർ വിവരങ്ങൾ പുതിയതായി ശേഖരിക്കും.